മാലുടുവാണീടും മനുജകുലത്തിനായി സ്വർഗസ്ഥൻ താതൻ കനിവൊടു തന്ന നിർമ്മലയാം സൂനോ പുണ്യനിധേ അമ്മേ ശുദ്ധിമതീമാരിൽ ശുദ്ധിമതിയേ. മാലൊടുവാണീടും മനുജകുലത്തിനായി സ്വർഗസ്ഥൻ താതൻ കനിവൊടു തന്ന നിർമ്മലയാം സൂനോ പുണ്യനിധേ അമ്മേ ശുദ്ധിമതീമാരിൽ ശുദ്ധിമതിയേ. ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നോന്നപ്പടികളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ ശുദ്ധമുള്ള മറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തിലും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഏതം വേണ്ട മശിഹായിൽ മൃതി പൂണ്ടോരേ, ആസന്നം പ്രതിഫലമേകും പുനരുദ്ധാനദിനം ഏടന്റെ കബറുകളെന്നും നിങ്ങളെ ചതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുമ്പിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാലാദാം സുതജീവപ്രദനെ കൃപ ചെയ്യുക. ോലം വാദാമുൽപോലം മുൽമീരാമേ. മൂന്നാം നാൾ പ്രതിഗതരെ പ്രതിധൂപം വയ്ക്കും. പതിവുണ്ടായതു നീതിപരന്മാർക്കങ്ങാതി മുതൽ ഓരാനാമീശോദൻ ശവ സംസ്കാരത്തിൽ ൃക്കുദിശായാലേറേരും നരരും ഖബറിങ്കൽ ആദമിനെ മണ്ണാൽ നിർമ്മിച്ച ജീവമയൻ നർപ്പിച്ചു ധൂപം. ധൂപിതദാസർ കരുളണമേ കനിവാലാശ്വാസം. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. പിന്നിൽ നേത്രയുടെ ജ്ഞാഗമനം കാക്കും മൃതശാന്തിയാണ് ചേകുക പരിഹാരം. നിന്റെ മൃതരെ അബ്രഹാം യാക്കോബൻ നിവർത്തൻ മടിയിൽ പാർപ്പിക്കാം. വരുവോൻ മൃതരെ ഏറ്റുന്നോൻ സുതനൻ നാർത്തിയിടും മെയ്യോ ആത്മാവും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും നമസ്കാരങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. രക്ഷിതാവേ, നിനക്ക് സ്തുതി. പാപികളാരോട് കരുണ
രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ കരുണേ. കർത്താവേ, ആത്മീയമായി നിനക്ക് പെരുന്നാൾ ആഘോഷം നടത്തുന്ന വിശുദ്ധന്മാരുടെ സംഘത്തോടൊരുമിച്ച് വെടുപ്പും വിശുദ്ധിയുള്ള ആത്മാവോടും പാപത്താൽ മലിനമാകാത്ത ശരീരത്തോടും കൂടി നിന്റെ മാതാവായ അനുഗ്രഹീതയായ കന്യക മറിയാമിന്റെ ഓർമ്മയുടെ ഈ മഹനീയ ദിവസത്തെ കൊണ്ടാടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. അവരുടെ അപേക്ഷകളാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുകയും കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, അവരുടെ ഓർമ്മയിൽ ഞങ്ങൾ നിനക്ക് സ്തുതി കരേറ്റുന്നു. കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചു, എന്നോട് നീ ഉത്തരമരുളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്റെ പ്രാർത്ഥന മുമ്പാകെ ധൂപം പോലെയും എന്റെ കൈകളിലെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ഉത്സാഹജാകുകയും ഞാൻ അന്യാക്കൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായ്ക്ക് കാവൽക്കാരനെയും എന്റെ ആദരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. മനുഷ്യനോടുകൂടെ ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എന്റെ നിലയെ കൊഴിപ്പിക്കരുതേ. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാത്തടയപ്പെട്ടു. മുമ്പുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. ഭൂമിയെ പോലെ പാതാളവാതിക്കൽ അവരുടെ അസ്ഥി ചിതറിക്കപ്പെട്ടു. കർത്താവേ, എന്റെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഞാൻ ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. മറച്ചു വെച്ചിട്ടുള്ള പ്രശംസകാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ എന്നെക്കാരൊരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണം. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു. എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസനിൽ എന്ന സങ്കടം ഞാൻ ഉയർത്തിയും തിരുമുമ്പിലെ ഞെരുക്കം അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവെ കൊണ്ടുതപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഓടുവഴികൾ നീ അറിയുന്നു. നടപ്പുടെ വഴിയിൽ അവർ എനിക്ക് ആണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സംഗീതസ്ഥലം എനിക്കില്ലാതെയാ. എന്റെ ആത്മാവിന് വേണ്ടി ചോദിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപേക്ഷ നിർദ്ദിച്ച് കേൾക്കണമേ. എന്നാ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവർ തന്നെ വിടുവിക്കണമേ. എന്നാൽ അവരിനേക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തെ നീ വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പാരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുന്നതിനായി ഞാൻ ഏട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, എന്റെ വചനപ്രകാരം എന്നെ ചൂപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളെ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാല്ല ഇപ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കണികൾ വെച്ചു. എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളെ തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി എന്നേക്കുമായി അവകാശപ്പെടുത്തി. എന്നാൽ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നേക്കും സത്യത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. സത്യമായിട്ട് ഒന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിക്കുന്നു. പാറയ്ക്കുമോ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ നൃപവാദി സവിധം ശമവും ശാന്തിയും ഉലകെങ്ങും വാഴട്ടതിനാൽ സദയം നീക്കിയിടട്ടെ. സകല നിവാസങ്ങളിലെ അരിശത്തിൻ ദണ്ഡം
സൗമൻ കാലസ്കുറിയിലായിസോ നാഥനെ വാഴ്ത്തുവിനുത്തമരേ പരിമളധൂപയുധം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. പാർക്കുമോ ലവറോവൽ റോകാദീശോ മനോലം വാദാമുൽവോലം വൽമീനാമേ പരിമളധൂപയുധം വൈദികമൽപ്പാൻമാ നീതിപ്രിയ സിദ്ധർ കോർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. ദൈവപ്രസവിത്രീ കന്യകമറിയാമേ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം. ഭാഗ്യം ദിവ്യർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനത്തിലെ. മശിഹായി കാൺമാൻ കാംക്ഷിച്ചൊരു സഹതേ വാളാച്ചിറകുകൾ പോണ്ടുന്നത പദമേറി. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ വ്യാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. മേലൂരിശിലേമിൽ മഷിഹാസന സവിധേ സ്മൃതി വിശ്വാസികളാം പുനരാർജിക്കട്ടെ. മുറിയോറാഹിമേലേനുവാദാരേ അനിലുമൂഴിലേതനിലും ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ. നിർമ്മലമംഗന്യത്വത്തിൽ തിരുമുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭുവിസ്വർഗേ തൽസ്മൃതി വളരട്ടെ. കോട്ടേതായി പ്രാർത്ഥന തീരട്ടെ. നാഥാ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃസ്മരണത്തിൽ. പാർക്കുമോ സുബഹോല ബോല ബുറോവൽ റൂഹോ കാദീശോ മനോലം വാദാമുൽവോലം ഉൽമീനാവിന ഹാലേലൂയ. വാഴ്വേറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഇതമോടുദയം ചെയ്തൊരു ദൈവസുതാ സ്തോത്രം ദേ. കർണത്താൽ അവനെ കൈക്കൊണ്ടുദരെ പേറി ഗർഭാശയ കന്യാമുദ്രകളിന്നും നിർഗതനാ ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്മ വരിച്ചോനെ നരനായ രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു. പ്രാർത്ഥിപ്പിൻ സ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സപതൻ സന്താനങ്ങളിലെല്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ വായിച്ചിടുവാൻ ദുസ്താർഗികരതിനെ ചുറ്റുന്നു. സത്യമതാമോശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ. വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനെ. ക്രൂശിന്മേതലജായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധയാതനയും കൂസിടാതെ കളരുധിരത്താതവളി ഭയങ്കങ്ങൾ ഗുണവാക്കി പീഠകളെ വന്യകമശിയായി സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി. പണ്ഡിത വൈദ്യാരോഗർക്കായി സൗഖ്യം ഏറ്റിടുവാൻ അധികാരം ദേ നൽകി വരൻ. വാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്ക് ഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ആഹ്വാനം ചെയ്യുന്നുദവിക്കെത്തുക നാഥ കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ. ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാർ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻകരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കിങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളെ നിന്നോടിക്കുക നിൻ ശ്ലീബായ. ന്യായാധിപതേ അങ്ങേ കലുഷം
ചേർത്ത് കടത്താൽ എന്തല താഴ്ത്തരുതേ വിധികേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവുമോ തന്മേൽ കൃപ ചെയ്യുവാൻ സ്നേഹാൽ ശ്രീബ ഞാൻ കൂപ്പി വിടപൂക്കി നിന്മേരുതിരങ്ങൾ ഇതോട് കരുണാമൈനീശോ മമതൽകുക മുക്തി വേദം വേണ്ട ബശിഹായിൽ മൃതി പൂണ്ടോരെ ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാന ദിനം കേടന്നെ കബറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ അതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും മഹിമാവിൽ നീരാളും ചാർത്തി തിരുമുമ്പിൽ സ്തുതി പാടും നിങ്ങൾ ധനിവാലാദാം സുതജീവപ്രദനെ കൃപ ചെയ്യുക നിന്നാൽ സ്തുതിയൊടു രാജമകൾ ഹാലെ ലൂയൗഹാലെ ലൂയ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലെ ലൂയൗഹാലെ ലൂയ നിഞ്ചനമോർക്കായിക വിദൃതവും ആർക്കുമോ ബോല ബോല ബറോവൽ റൂഹു ഖാദീശോ നോലം വാദമുൽമൂല ഉൽമീനാമേ ആർദ്രതയാൽ ദാസി വിനയം തൃക്കൺ പാർത്തോരമലൻ ദൈവം തഞ്ജനനെ കേകിടുന്നാനോനത്യം സൗമൻ ബാലസ്തുര്യേനായിസോ നാൾ മറിയാം നിൻ ശക്തിയ നിന്നെ വഹിച്ചേൻ ജനനെ ഗുഹയിൽ നിൻ മഹിമാവെന്നെ നീ കാട്ടി കാളുന്ന ചെറുപൽ കൂടിനു ചുറ്റിലുമരുതി പാറുന്നു പരിതലെ ചിറകാറുള്ളോർ ശ്രോപ്പേന്മാർ കർത്താവേ പക്ഷമുയർത്തിടുവാൻ അവരോട് നീ കൽപ്പിച്ചിടണമേ വന്നു വണങ്ങി തിരുഹിതമാസന്യം ഞാൻ നൽകാൻ പാർക്കുമോ ബഹുല ബോല ബുറോവൽ റൂഹോ കാദീശോ മന്നാച്ചെപ്പൊടു നിയമത്തിൻ പെട്ടിയുടെ ദിശു ദാഗാരെ തളിരേകിയൊരഹറോൻ തൻ ദണ്ടോടും ഗിതയോൻ ഗൃഹകമ്പിളിമഞ്ഞോടേലീശാദൻ നവകുംഭത്തോട് തേജോമയനാമേശായാദൻ ത്വരേറും മുകിലോടും മൂശാനിവിമുഖ്യൻ വാഴ്വെഴുമമ്മേ നൽ പ്രവചന നിയമസ്ഥാനങ്ങളിൽ അൻപോടുപമിച്ചു മുറിയോറാഹിൻ മേലേനു ആധാരേ മാതൃവിശുദ്ധാത്മതി സംബന്ധം നൽകുക നാഥ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും ദാവിദ് പോത്രി ഭൂപാലരനീ കുംഭോപങ്കൽ സ്വാതന്ത്ര്യം ദേ കാൺമതിനാലെ യാചിക്കുന്നു നിർമ്മലമാണിക്ക കല്ലേ നീ നിന്നിലുദീച്ച ഫലമായോരോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി അല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പിൻ സവിധം പുനരുത്ഥാനം ദാമ്പത്യത്തിൻ ജഡരെ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താൽ അഴിവന്യമേ എഴുന്നേൽപ്പിക്കും ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതിയുയരത്തിലും ഈ സഭയിലും ഉണ്ടായിടട്ടെ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുകളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ ഭാവികളാ നിങ്ങളേറ്റു പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്നോടത്താ ഞങ്ങൾ മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹസ്ഥാന പക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തനെ, നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും നമസ്കാരങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രക്ഷിതാവേ നിനക്ക് സ്തുതി. ഭാവികളാ നിന്നടിയാരോട് കരുണയുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവൃക്ഷം സ്വർഗ്ഗത്തിലെ പല ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നോക്കപ്പെട്ട ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. അറിഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അറിയാമേ തമ്പുരാന്റെയമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല. സ്നേഹത്താലെ ധാർമ്മികനായ യോസേഫാർന്നു മിസ്രയീം രാജ്യത്തും മറിയൻ മോശ വിഭാഗിച്ചാൽ വടിയാൽ വാരിയെ ആനിനി ആദ്യന്മാരതിനാൽ അഗ്നിയിൽ നിന്നും രക്ഷിതരായി തങ്കത്തെ കളതു കാമ്യം അതുവിലും അത് മധുരം പാരം ദൈവാരാധനയെ സ്നേഹിപ്പോൻ ധന്യൻ പാർക്കുമോ. കടലോരം വഴി പോകുമ്പോൾ അന്യോന്യം വെട്ടി തിന്നും മത്സ്യത്തെ ദർശിച്ചാർന്നേരാശ്ചര്യം വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവം ഞാൻ ഉവനെ തമ്മിൽ വിഴുങ്ങുന്നോരുണ്ട് മർത്യരിലും ന്യായവിധിക്കെത്തിയിടാത്ത ജീവിയെ എന്തിനു നീപ്പോ കൺമുമ്പിൽ വിധി കണ്ടാലും പരനെ വിഴുങ്ങും കുറ്റക്കാരവരെ ഏൽക്കുന്നോൻ ധന്യൻ മുറിയോറാകെ മേലുവാതാറേ. തോന്നണമേ നാഥ ഈ കർമ്മം കൈക്കൊള്ളണമേ. മോചനവും കൃപയും വാഴും നിന്നീടണമേ. വൃത്തികളാൽ കർത്താവേ ഞാൻ നിൻകോപത്തിനു പാത്രമതായി കരുണാബ്ദേ നീ കോപിക്ക സുസ്ഥിരമേ നിർമ്മലത. വിവാക്യം പോൽ ജനമെല്ലാം ജലബിന്ദുക്കൾ കോപ്പമതം നൈർമല്യത്തെ ഭഞ്ജിപ്പാൻ തിന്മയ്ക്കെങ്ങനെ സാധിക്കും. പ്രാർത്ഥന കേട്ടിടുന്നോനെ യാചന നൽകിയിടുന്നോനെ പ്രാർത്ഥനയിൽ പ്രത്യാസദയം യാചനയെ നൽകിയിടണമേ. കുറിയിലായിസോൻ കുറിയിലായിസോൻ കുറിയിലായിസോൻ. പാറയ്ക്കുമോർ അത്തുനിന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമേ. പാർക്കുമോ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ ശരണവും എന്റെ സങ്കേതസ്ഥലവും എന്ന കർത്താവിനെ കുറിച്ച് നീ പറയുക. ഞാൻ വൃദ്ധത്തിന്റെ കണിയിൽ നിന്നും വൃത്ത സംസാരത്തിൽ നിന്നെ വീണ്ടുകൊള്ളും. അവൻ തന്റെ തോലുകൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ശരവും കീഴ് നീ മറക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. ഈ രാത്രിയിലെ ഭയത്തിൽ നിന്നും പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും വിട്ടു സഞ്ചരിക്കുന്ന വന്ദനത്തിൽ നിന്നും
ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും. നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തം വാസസ്ഥലമരങ്ങളാക്കിയിരിക്കുന്ന എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസലത്തിനെ സമീപിക്കുകയുമില്ല. നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവനെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിനൊക്കെ ഇടച്ച വൈപ്പായിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങൾ നിന്നെ വഹിക്കും. സർപ്പത്തെ അടലേ നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. നിന്റെ കാലുളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് നിന്റെ വലത് കൈ കൊണ്ട് നിനക്ക് നിഴലിടും. പകലാദിത്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുമുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനോലം വാദാമലോലം മീനാമേ. വർണ്ണിക്കുന്നവനായ കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മനുഷ്യരുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സകലവും കേൾക്കുന്നവനെ അനുഗ്രഹത്താൽ നിന്റെ അപേക്ഷ നീ കേൾക്കണമേ. മുതലുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായ യേശുമിശിഹായെ പറയപ്പെട്ട സന്ധ്യയും പുണ്യമുള്ളവരാവും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹപരമായിട്ട് ലോകങ്ങളിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മനുഷ്യന്റെ കൃപയുടെ മുകൾ നൽകണമേ. എന്ന് സ്ലേവാദുഷനും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജീവനോട് ഈ നാടുകളൊക്കെ ഇന്ന് വലത്തേയുടെ മേൽ ആസ്വദിക്കണമേ. സമാധാനം ഞങ്ങളിൽ വാഴുമാറാകണമേ. എന്നോട് പേശുന്ന ആത്മാക്കൾക്ക് ശരണരക്ഷയും ഉണ്ടാകണമേ. മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നേക്കും കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്നേക്കും നിന്നെടുത്ത കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്നേക്കും നിന്നെടുത്ത കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള നിർത്തമേ ഞങ്ങളോട് കരുണ വിശുദ്ധിയും മഹത്വമുള്ള നിർത്തമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള നിർത്തമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനും നിന്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാറക്കുമോ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം നിന്റെ ഇഷ്ടസർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് വിഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് ശക്തി മഹത്വം മറിയമേ നിനക്ക് സമാധാനം. നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടിയുള്ള സമയത്തും ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവേ കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും നിശ്ചയവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവൻ സത്യമല്ലാത്തവനും സാരാസുതാനോട് സമത്വമുള്ളവനും സകലവും നാൽമന്ത്രമായി നിർമ്മിച്ചവനും മനുഷ്യ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാപ്രാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്രൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാൽ നിന്ന് തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിറക്കപ്പെട്ട് കർഷകരെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും
സ്ത്രീകന്മാരും വളരെ സംസാരിച്ചിട്ടുമായ ദിനിഷ്ടിമുള്ള റൂഹാലും കാതോലികവും സ്നേഹികവുമായ വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉറപ്പിനും ഒരുവാനിരുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സോമൻ കാലസ്കുറിയിലായിസോ സുയുടെ രാജമകൾ നിൻ ഫലമായി രാജഭാമിനിയും വിനടകരജൻ മോഹിപ്പാൻ ഹാലേലൂയായു ഹാലേലൂയാ നിൻ ജനമൂർക്കായ പ്രതിഗ്രഹവും പാർക്കുമോ ോലം വാദമുൽ മൂലം വൽമീനാമേ രക്ഷാഭാജനമേന്ദ്രകരഞ്ഞങ്ങളിൽ അലിവാർന്നൻ മക്കളപേക്ഷയാണ് കീടം സ്തൗമൻ കാല സുരേയായിസോൻ അന്നമകൾക്കായി സമാധാനം വന്നേകി ദൂതവരൻ നിന്നോടു കൂടെ നാഥന്മേ ഉദയമതും പാർക്കുമോ അഖില ജഗൽ പതിയെ നായകനായി ഘോഷിച്ച് അതിബഹുമാനിച്ചു മറിയം വലുതായി പടവായതൻ മുറിയോറാകെ മേലേനു ആധാരേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്ഥനെ ഞങ്ങളിലാർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അർത്ഥിക്കാൻ പോലെ വളർത്തിടുമേ. ഹല്ലേലൂയ. വളരുമല്ല ബാനും കാരകൾ പോലും അവതടേട്ടു തഴച്ചിടുമേ. ഹാലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ പോലും വാദമുൽ പോലും മീരാമേ മേലും നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ കാലസ്കുറിയേലായിസോ ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാഹിന്മേലേനു ആധാരേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയും അമരട്ടെ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ മുത്തോറയം സമാജത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഗായക സംഘം ഇപ്പോൾ സുവിശേഷ ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. സർവനന്മകൾക്കും സർവ
ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് 8 നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള സുവിശേഷ പ്രസംഗം ആരംഭിക്കുകയാണ്. ആദ്യ ദിവസം നമ്മോട് ദൈവവചനം അറിയിക്കുന്നത് ഡോക്ടർ ജെയ്സി കരിങ്ങാട്ടിലാണ്. 15 നോമ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛൻ നമ്മളോട് സുവിശേഷ പ്രസംഗം നടത്തുകയുണ്ടായി. അച്ഛൻ്റെ കൊച്ചമ്മയാണ് ജെയ്സി കരിങ്ങാട്ടിൽ. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായി CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസ് കോട്ടയത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കൊച്ചമ്മ സേവനം അനുഷ്ഠിക്കുകയാണ്. കൊച്ചമ്മ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് ലീഗൽ സ്റ്റഡീസിലാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുവന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സഭയുടെ വിവിധ കൺവെൻഷനിലും അതുപോലെ തന്നെ വിവിധ ക്ലാസ്സുകളും നയിക്കുവാൻ കൊച്ചമ്മ ഇടയായിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലാസ് നയിക്കുവാനും പ്രസംഗിക്കുവാനും തക്കവണ്ണമുള്ള കഴിവ് കൊച്ചമ്മയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദൈവവചന ഘോഷണത്തിനായി കൊച്ചമ്മയെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ട്. ദോഹ, ബഹ്റിൻ, കുവൈറ്റ്, അതുപോലെ തന്നെ സൗദി അറേബ്യ എന്നീ പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം പേര് ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയിൽപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചമ്മയെ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദൈവവചന ഘോഷണത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിലെ വികാരി ജോജി കെ തോമസ് അച്ഛൻ, അസിസ്റ്റന്റ് വികാരി ജെയ്സൺ തോമസ് അച്ഛൻ, ഷാർജ ഇടവകയിലെ ട്രസ്റ്റി സെക്രട്ടറി, പ്രത്യേകിച്ചും സ്ത്രീ സമാജത്തിന്റെ പ്രവർത്തകരെ, സൂം വഴിയും ഫേസ്ബുക്ക് വഴിയും ഈ സുവിശേഷം കേൾക്കുന്ന ഏവർക്കും ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള 8 നോമ്പിന്റെ 1ാമത്തെ ദിവസത്തിലേക്ക് നാം കടക്കുകയാണ്. ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് മരുഭൂമിയിലെ പരുമല എന്നറിയപ്പെടുന്ന ദേവാലയം അനേകം ആളുകൾക്ക്, പ്രവാസികളായ അനേകം ആളുകളുടെ ആശ്രയവും അഭയ കേന്ദ്രവുമാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഈ കൺവെൻഷനിൽ പങ്കുചേരുവാനായിട്ട് ലഭിച്ച അവസരത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവസന്നിധിയിൽ ഇതൊരു നിയോഗമായി ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ചും മത്തമറിയം സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ 8 നോമ്പ് പെരുന്നാളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ അടുത്തറിയുവാനും പരിശുദ്ധ അമ്മയുടെ ജന്മപെരുന്നാളിൽ സംബന്ധിക്കുവാനുമുള്ള ഭാഗ്യം ഈ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നമുക്കറിയാം. അനേക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കോവിഡ് കാലത്തിൽ, COVID-19 പശ്ചാത്തലത്തിൽ ഭീതിയിലും പ്രയാസത്തിലും രോഗങ്ങളിലും ബുദ്ധിമുട്ടുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്കൊക്കെ ആശ്വാസമായി, ആശ്രയമായി പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന വാക്യം സദൃശ്യവാക്യങ്ങൾ 31-ന്റെ 25-ാമത്തെ വാക്യമാണ്.
ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. ശമൂവേൽ ബാലനോട് ലെമുവേൽ രാജാവിന്റെ വചനങ്ങളാണിത്. ലെമുവേൽ രാജാവിനോട് അവന്റെ അമ്മ ഉപദേശിച്ചു കൊടുക്കുന്ന വാക്കുകളാണ്. ഉത്തമയായ സ്ത്രീ ആരായിരിക്കണമെന്ന് തന്റെ മകനോട് അമ്മ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അത് വളരെ സ്പഷ്ടമാണ്. ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരുളപ്പാട് എന്ന് തുടങ്ങിയിട്ടാണ് 31-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ ഉത്തമയായ സ്ത്രീ ആരായിരിക്കണം, അവളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനോടനുബന്ധിച്ച് പറയുകയാണ് ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. ബലവും മഹിമയും ഉടുപ്പായിരിക്കുമ്പോൾ ബലവും മഹിമയും അണിഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് പുഞ്ചിരിയിടുവാനായിട്ട് സാധിക്കും, ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഉത്തമയായ ഒരു സ്ത്രീ രത്നത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉത്തമയായ ഒരു കുടുംബിനിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഭാവി വരും തലമുറകൾക്കും പുഞ്ചിരിക്കുവാനുള്ള, ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനുള്ള ഒരു അവസരമായി കാണുകയാണ്. ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കണമെങ്കിൽ, പ്രത്യേകിച്ചും വനിതാ സമാജത്തിന്റെ, സ്ത്രീ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു കൺവെൻഷനിൽ ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മോട് തന്നെ ചോദിക്കുക. എന്തിനാ? നമ്മുടെ കുടുംബത്തെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഇടവകയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ മക്കളെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കരച്ചിലിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണ്. ഏതൊരമ്മയ്ക്കും തന്റെ മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ കഴിയണം. പക്ഷേ ഇന്ന് മക്കളെ ചൊല്ലി കരയുന്ന, വേദനിക്കുന്ന അമ്മമാരുടെ ഒരു ലോകമായി മാറിക്കഴിഞ്ഞു. പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലാണ് ഇന്ന് എല്ലാവരും. ആർക്കും ഭാവിയെ ഓർത്ത് പോട്ടെ, ഇന്നത്തെ പ്രതിസന്ധികളിൽ പോലും നട്ടം തിരിയുന്ന ഒരു ജനവിഭാഗം. എവിടെ പുഞ്ചിരി? പുഞ്ചിരി നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, അനേകം ആളുകൾ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ജോലി നഷ്ടപ്പെട്ടു. പ്രതിസന്ധികളാണ്. ലോണെടുത്തുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് വളരെയധികം പ്രതിസന്ധികളാണ്. അവയൊന്നും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. ശരിയായി ജോലി പോകാനായിട്ട് പറ്റുന്നില്ല. ജോലികൾ നഷ്ടപ്പെട്ടു. പ്രതിസന്ധികൾ, കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഭാവിയെ ഓർത്ത് നമുക്ക് എങ്ങനെ പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കും? അതിന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറഞ്ഞു നൽകുകയാണ് ബലവും മഹിമയും ഉടുപ്പായിരിക്കണം. ബലവും മഹിമയും നമുക്കറിയാം, ഡിഗ്നിറ്റി ആൻഡ് എംപവർമെന്റ്. വളരെയധികം കേൾക്കുന്ന 2 വാക്കുകളാണ്, അന്തസ്സും ശാക്തീകരണവും. ഈ ബലവും മഹിമയും ഉടുപ്പായി തീരുമ്പോൾ എങ്ങനെ നമുക്ക് ബലവും മഹിമയും ഉടുപ്പായി തീർന്ന് ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? 4 ചിന്തകളാണ് പങ്കുവെക്കുവാനായി ആഗ്രഹിക്കുന്നത്. ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ, ബലവും മഹിമയും ഉടുപ്പാക്കി തീർക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ ഓർമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ബലവും മഹിമയും ഉള്ളവരായി തീരുവാനായിട്ട് നമുക്ക് ഇടയാകണം. 1-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ദൈവീക ചൈതന്യത്തെ നിരന്തരം പുതുക്കണം. നമ്മുടെ ഉള്ളിലുള്ള ദൈവീക ചൈതന്യത്തെ നിരന്തരം പുതുക്കുമ്പോൾ നമുക്ക് ബലമാർജിക്കുവാനായിട്ട് സാധിക്കും. ആത്മീയമായ ബലമാർജിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ശക്തി നേടുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ അതിന് നമുക്ക് മാതൃകയാണ്. ആത്മീയമായ നമ്മുടെ ചൈതന്യത്തെ, നമ്മുടെ ഉള്ളിലെ ദൈവീക ചൈതന്യത്തെ നിരന്തരം പുതുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ എങ്ങനെയാണ് നമുക്ക് നിരന്തരം പുതുക്കുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ ഒന്നാമതായി നാം തിരിച്ചറിയണം. എന്റെ ഉള്ളിൽ ദൈവിക ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാം, പരിശുദ്ധ അമ്മ യുയാക്കീം ഹന്ന ദമ്പതികളുടെ മകളായി ജനിക്കുകയാണ്. ആ ജന്മപ്പെരുന്നാളാണ് നാം ആചരിക്കുന്നത്. തന്റെ ആത്മീയ ജീവിതം, ദേവാലയത്തിൽ വളർന്നു വന്ന ഒരു യഹൂദ ബാലിക, തന്റെ ആത്മീയ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, ആ ഒരു ആത്മീയ ജീവിതത്തിൽ തന്റെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കുവാൻ ബാലികയായ മറിയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു അവളുടെ ഉള്ളിൽ ഉരുവായി തീർന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിസ്തു ഉരുവായി തീരണമെങ്കിൽ, ക്രിസ്തീയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ആ ബലവും മഹിമയും നാം ആർജിച്ചെടുക്കണമെങ്കിൽ, നമുക്ക് പുഞ്ചിരിക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, സന്തോഷിക്കുവാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ നാം പുതുക്കിയേ മതിയാകൂ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവിക ചൈതന്യമുണ്ട്. പരിശുദ്ധ മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ അത് നിരന്തരം പുതുക്കുവാനായിട്ട് കഴിയണം. എങ്ങനെ നമുക്ക് ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കുവാനായിട്ട് കഴിയും? നമ്മുടെ ആത്മീയ പോരാട്ടം അതിന് അനിവാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ക്രിസ്തു സാന്നിധ്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത്. കോട്ടയം ഭദ്രാസനാധിപനായിരുന്ന ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനി ആത്മീയതയിൽ ജീവിക്കുവാൻ 3 പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. ആ 3 പാഠങ്ങൾ: സൂക്ഷ്മതയോടെ ജീവിക്കണം, ദൈവ സ്വഭാവമുള്ളവരായി വളരണം, ലോകമോഹങ്ങളോട് ഉത്സാഹത്തോടെ പോരാടണം. നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കണമെങ്കിൽ നാം സൂക്ഷ്മതയോടെ ജീവിക്കണം. രണ്ടാമതായി ദൈവ സ്വഭാവമുള്ളവരായി വളരണം. മൂന്നാമതായി ലോകമോഹങ്ങളോട് ഉത്സാഹത്തോടെ പോരാടണം. സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടെ ജീവിക്കാൻ ചുറ്റും ചതിക്കുഴികളാണ്, ചുറ്റും പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികളിൽ സൂക്ഷ്മതയോടെ, ദൈവീകതയോടെ, ക്രിസ്തുവിനെ ഉള്ളിലുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പാഠം അതാണ്. ദൈവീകമായി ജീവിക്കുന്ന ഒരു അനുഭവം, ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു അനുഭവം. ആ ദൈവികമായ നിരന്തരം പുതുക്കലിലൂടെയാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവിക ചൈതന്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ ദൈവിക ചൈതന്യത്തിൽ മുന്നോട്ട് പോകുവാനും മറ്റുള്ളവർക്ക് ആ ചൈതന്യത്തിന്റെ പ്രകാശം പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവ സ്വഭാവമുള്ളവരായി നാം മാറണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ ദൈവം ഉൾക്കൊള്ളുന്നതായിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. അത്തരത്തിൽ ദൈവീകത ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ലോകമോഹങ്ങളെ കീഴടക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദൈവ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരണം. ദൈവ സ്വഭാവത്തിലേക്ക് നാം വളരുമ്പോൾ ഈ ലോകത്തിന്റെ നാശങ്ങളെ വിട്ടൊഴിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ വാക്യത്തിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടൊഴിയണമെങ്കിൽ ദൈവ സ്വഭാവത്തിന് നാം കൂട്ടാളിയായി മാറണം. ദൈവികതയിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ നാം നിരന്തരം പുതുക്കുമ്പോഴാണ് ദൈവികതയിൽ വളരുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ദൈവിക ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വളരുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ആ ഒരു ദൈവിക ചൈതന്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ലോകം, നമുക്കറിയാം, അതൊരു വിപണി സംസ്കാരമാണ്. അത് പുത്തൻ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. അവിടെ പ്രതിബദ്ധതകളില്ല,
അവിടെ ആരെയും കാണുന്ന ഇല്ല. എനിക്ക് മാത്രം, എന്റേത് മാത്രം, എല്ലാം ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നാമും അതിലേക്ക് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ലളിതമായ ഒരു ജീവിത ശൈലിക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കണമെങ്കിൽ ലളിതമായ ജീവിതത്തിലൂടെ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലൂടെ ദൈവ സ്വഭാവത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയണം. നാം മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ ഇളം തലമുറയെ ദൈവികതയിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിയണം. ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം ബാധിച്ച തലമുറ എന്നാണ് ഇളം തലമുറയെ പറ്റി പറയുന്നത്. They are disconnect from family, they are disconnect from God, they are disconnect from the society, and they are disconnect from the church. അവരെല്ലായിടത്തു നിന്നും ഡിസ്കണക്ട് ചെയ്യപ്പെട്ടു. അവർക്ക് കണക്ഷൻ, അവരുടെ കണക്ടിവിറ്റി അവരുടെ മൊബൈലിനോടാണ്, അല്ലെങ്കിൽ അവരുടെ ഇന്റർനെറ്റ് കണക്ഷനോട് മാത്രമായി. ദൈവികതയിൽ നിന്നും മാറിപ്പോകുന്ന, ആത്മീയതയിൽ നിന്നും മാറിപ്പോകുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇളം തലമുറ. അവരെ തിരിച്ചു പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരെ തിരിച്ചു വരണമെങ്കിൽ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവരെ ദൈവവുമായി കണക്ട് ചെയ്യുക, കണക്ട് ദം ടു ഗോഡ്. അവരെ ദൈവവുമായി, നമ്മുടെ ഇളം തലമുറയെ ദൈവവുമായി കണക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ആ ഇളം തലമുറയെ ദൈവികമായി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. പിന്നെ ഡോക്ടർ ഗീവർഗീസ് മാർ എസ്താത്യോസ് തിരുമേനി തന്റെ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി വളരെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, എന്റെ അമ്മ, എനിക്ക് സഭാരത്നം ബഹുമതി ലഭിച്ചത് എന്റെ അമ്മയ്ക്കാണ് നൽകേണ്ടത്. എന്റെ അമ്മ എനിക്ക് വേദപുസ്തകം തന്നു, അത് വായിക്കുവാൻ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ എന്റെ അമ്മ എനിക്ക് പകർന്നു നൽകി. എന്താണ് ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ? ഇതൊന്ന് തിരുമേനി ഓർമ്മിപ്പിച്ചത്. ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ വിശുദ്ധ വേദപുസ്തകം എന്റെ അമ്മ എനിക്ക് നൽകിയതാണ്. അത് വായിക്കുവാൻ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ്. അത് വായിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ, തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങനെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കുവാൻ ആ ഒരു ആഹ്വാനമാണ് ഗീവർഗീസ് മാർ എസ്താത്യോസ് തിരുമേനി നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ജോർജ് അച്ഛൻ ഗീവർഗീസ് മാർ എസ്താത്യോസ് തിരുമേനിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ആ ജീവിതത്തെ അടുത്തറിയുമ്പോൾ ഇന്നത്തെ അമ്മമാരോട് തിരുമേനി നൽകുന്ന സന്ദേശമാണ്, ഇന്നത്തെ അമ്മമാരെ കുറിച്ച് എനിക്ക് വേദനയാണ്. കാരണം അവർ മക്കളെ ദൈവികരായി വളർത്തുന്നില്ല, വേദപുസ്തകം അവർക്ക് നൽകുന്നില്ല. ഇന്നത്തെ ജീവിതത്തിൽ സ്വാർത്ഥത കൂടി, പങ്കുവെക്കൽ, ഷെയറിംഗ് നഷ്ടപ്പെട്ടു. സ്വാർത്ഥത കൂടി കുടുംബജീവിതം തകരുന്നു. കുടുംബജീവിതം തകരുന്ന ഇടങ്ങളിലേക്ക് മാറുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ഇളം തലമുറയിൽ ദൈവീകരായി വളരുവാനുള്ള, അവരെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ താളപ്പിഴയിലായി പോകും, നഷ്ടപ്പെട്ടു പോകുമെന്ന് നാം ഓർക്കുക. അവിടെയാണ് ഭാവിയെ ഓർത്തപ്പോൾ നമുക്ക് പുഞ്ചിരിക്കുവാനായിട്ട് കഴിയില്ല. അവിടെയാണ് സങ്കടപ്പെടുന്ന, കരയുന്ന അമ്മമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനേകം ആളുകൾ സങ്കടപ്പെടുകയാണ്. ആ ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കണമെങ്കിൽ നമ്മുടെ ഇളം തലമുറയെ ദൈവീകരായി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. അവരെ ദൈവീകരായി വളർത്തണമെങ്കിൽ ആരാധനയിൽ അവരെ പങ്കാളിത്തം ഉണ്ടാകണം, സൺഡേ സ്കൂളുകളിൽ അവരെ പഠിപ്പിക്കണം, ദൈവികമായ പാഠങ്ങൾ അവർക്ക് പകർന്നു നൽകണം. ആ ദൈവീകതയിലൂടെ മാത്രമേ മുന്നോട്ട് വളരുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം നമുക്കറിയാം, മുൻ രാഷ്ട്രപതിയായിരുന്നു, അതിലുപരി വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം തന്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്, ആത്മീയമായും എന്റെ ജീവിതം വളരെ ഔന്നത്യത്തിലായിരുന്നു, സാമ്പത്തികമായും എന്റെ ജീവിതം വളരെ പ്രതിസന്ധിയിലായിരുന്നു എങ്കിലും ആത്മീയമായി ഞങ്ങളുടെ കുടുംബം ഔന്നത്യത്തിലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എന്റെ അപ്പനിൽ നിന്ന് സത്യസന്ധതയും എന്റെ അമ്മയിൽ നിന്ന് ദൈവവിശ്വാസവും ഞാൻ പഠിച്ചു. എന്റെ അപ്പനിൽ നിന്ന് സത്യസന്ധതയും എന്റെ അമ്മയിൽ നിന്ന് ദൈവവിശ്വാസവും പഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓർത്തു നോക്കി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഈ സത്യസന്ധതയും ഈ ദൈവവിശ്വാസവും അവർക്ക് പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കളായി നമുക്ക് കഴിയുന്നുണ്ടോ? നാം ഒന്ന് ഓർത്തു നോക്കുക. അവിടെയാണ് ദൈവീകരായി വളരുവാനുള്ള ഒരു ആഹ്വാനം, ദൈവീകതയിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള ഒരു ആഹ്വാനം. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ നോമ്പും ഒക്കെ ചിലരൊക്കെ ചോദിക്കാം, എന്തിനാണ് 8 നോയമ്പ് നോക്കുന്നത്, എന്തിനാണ് 15 നോയമ്പ് നോക്കുന്നത്, എന്തിനാണ് വലിയ നോമ്പ് നോക്കുന്നത്? ഈ നോമ്പും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കുമ്പിടിലും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു ആത്മീയ പാഠമുണ്ട്. അത് നമ്മെ ദൈവികരായി വളർത്തുന്ന പാഠമാണ്, ദൈവിക ചിന്തയിലേക്ക് നമ്മെ ഉയർത്തുന്ന പാഠങ്ങളാണ്. ആ ദൈവികമായ അനുഭവത്തിലൂടെ വളരുമ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ പ്രമാണങ്ങളിൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഒരു വ്യാജമാർഗത്തിലും ഞാൻ പോവുകയില്ല. സങ്കീർത്തനം 119 104 വാക്യമാണ്. നിന്റെ പ്രമാണങ്ങളിൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഒരു വ്യാജമാർഗവും ഞാൻ അന്വേഷിക്കുകയില്ല. ഇന്നത്തെ തലമുറ വ്യാജമാർഗം അന്വേഷിക്കുന്നുവെങ്കിൽ, വഴിതെറ്റി പോകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണെന്ന് നാം ഓർത്തുകൊള്ളുക. കാരണം അവരെ ദൈവീകരായി വളർത്തുവാൻ, അവരെ ദൈവിക ചിന്തയിൽ വളർത്തുവാൻ, അവരുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കുന്നതോടൊപ്പം നമ്മുടെ ഇളം തലമുറയെ ദൈവികരായി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തേ മതിയാകൂ. അതുകൊണ്ട് നേരോടെ ജീവിക്കുവാൻ, സത്യസന്ധതയിൽ ജീവിക്കുവാൻ, ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ, അത്തരത്തിലൊരു ജീവിത ശൈലി, ഒരു ലളിതമായ ജീവിത ശൈലി രൂപപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് കാട്ടിത്തന്നതുപോലെ ദേവാലയത്തിൽ ദൈവിക ശുശ്രൂഷയിൽ വളർന്നു വരുന്ന ഒരു യഹൂദ ബാലികയാണ് മറിയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്രമാത്രം ദൈവികത ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നത് കൊണ്ടാണ് തന്റെ രക്ഷാകരമായ പദ്ധതിക്ക് മറിയത്തിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും ദൈവികമായ പദ്ധതികൾ, ക്രിസ്തുവിനെ നാം ഉള്ളിൽ ഉൾക്കൊള്ളുമ്പോൾ ദൈവികരമായ പദ്ധതികൾ നാം നിറവേറ്റുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ആ വിളിക്കായി നാം കാതോർക്കണമെങ്കിൽ, ആ വിളി നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ, ആ ക്രിസ്തു സാന്നിധ്യത്തെ നാം പുതുക്കുകയും ആ ചൈതന്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ദൈവികമായ ചൈതന്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ബലവും മഹിമയും നമ്മുടെ ഉടുപ്പാകണം. ഭാവിയെ ഓർത്ത് നമുക്ക് പുഞ്ചിരിക്കണമെങ്കിൽ ബലവും മഹിമയും നമ്മുടെ ഉടുപ്പാക്കി മാറ്റണം. എന്താണ് ബലവും മഹിമയും? നമുക്കറിയാം, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഡിഗ്നിറ്റി ആൻഡ് എംപവർമെന്റ്, അന്തസ്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്യമാണ്. എന്താണ്, എവിടെയാണ് അന്തസ്? സ്ത്രീയുടെ അന്തസ് എന്താണ്? കുട്ടികളുടെ അന്തസ് എന്താണ്? മനുഷ്യരുടെ അന്തസ് എന്താണ്? ആ അന്തസ്സോടെ ജീവിക്കുവാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ജീവിക്കുവാനുള്ള അവകാശം. ആ ജീവിക്കുവാനുള്ള അവകാശം അത് വെറുതെ ഉള്ള അവകാശമല്ല, റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. അതാണ് അവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശം. ആ അന്തസ്സും മഹിമയും ഉൾക്കൊള്ളുവാൻ, ആ മഹിമയും അതുപോലെ തന്നെ എംപവർമെന്റ്, ഒരു ശക്തി ആർജിച്ച് വളരുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്, നേരെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ആ ബലവും മഹിമയും നമുക്ക് ഉടുപ്പാക്കി മാറ്റുവാനായിട്ട് കഴിയണം. പരിശുദ്ധ അമ്മയെ പറ്റി സഭ പറയുന്നത് ഇതാണ്: ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവ് എന്നുള്ളതാണ്. അവിടെയാണ് ആ ഒരു എംപവർമെന്റിന്റെ തലമാണ് നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു അന്തസ്സിന്റെ അല്ലെങ്കിൽ ആ ഡിഗ്നിറ്റിയുടെ തലം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവൾ, വിശുദ്ധിയുള്ളവൾ, മഹത്വമുള്ളവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ, നിത്യകന്യക, ഭാഗ്യവതി, ദൈവമാതാവ് എന്നിങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ പറ്റി വിശുദ്ധ സഭ പ്രകീർത്തിക്കുന്നത്. ദൈവ ഇഷ്ടത്തിന്
സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുന്നു. പരിശുദ്ധ അമ്മയുടെ ആ സമർപ്പണ ജീവിതം, വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാവമൊക്കെ നാം ചർച്ച ചെയ്യുമ്പോൾ അതോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ആ വിശ്വാസ സ്ഥിരത, ആ ഒരു മാറ്റത്തിനുള്ള ഒരു ആഹ്വാനം, ഒരു എംപവർമെന്റിന്റെ ഒരു ശക്തീകരണത്തിന്റെ വിശുദ്ധ ജീവിതം പരിശുദ്ധ അമ്മയിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ തലത്തിലുള്ള ശക്തീകരണമാണ്, ഏതൊക്കെ രീതിയിലുള്ള ശക്തീകരണമാണ് അനിവാര്യമായിരിക്കേണ്ടത്? ആ ബലവും മഹിമയും നാം ആർജിക്കുമ്പോൾ അന്തസ്സോടെ, ഡിഗ്നിറ്റിയോടെ സമൂഹത്തിൽ നേരെ നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ, ആത്മീയമായ ബലത്തെ നാം പുതുക്കുന്നതോടൊപ്പം തന്നെ ഒരു ശക്തി ആർജിക്കുവാനായിട്ട് നമുക്ക് കഴിയണം, എംപവർമെന്റ് ആർജിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഏതൊക്കെ തലങ്ങളിൽ നാം എംപവർമെന്റ് ആർജിക്കണം എന്നുള്ളതാണ്. അത് ഭൗതികമായും ശക്തി ആർജിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്റലക്ച്വൽ എംപവർമെന്റ്. സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം. ഒരു ഭൗതികമായ നമ്മുടെ ജീവിത നിലവാരങ്ങളെ പറ്റി, ജീവിത തലങ്ങളെ പറ്റി, നാം ഏർപ്പെടുന്ന മേഖലകളെ പറ്റിയൊക്കെ അറിവ് നാം നേടിയെടുക്കണം. ആ അറിവുകൾ നാം നേടുമ്പോഴാണ് നമുക്ക് നേരെ നിൽക്കുവാനായിട്ട് കഴിയുന്നത്, ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പൊ ഭൗതികമായി നാം ശക്തി ആർജിക്കണം. ഭൗതികമായി നാം ശക്തി ആർജിക്കുമ്പോൾ നിലവിലുള്ള നിയമങ്ങളെ പറ്റി നമുക്ക് ബോധ്യമുള്ളവരായിരിക്കണം. ഇന്ന് സ്ത്രീ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും ധാരാളം നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിലുള്ള നിയമങ്ങളെ പറ്റി നാം ബോധ്യമുള്ളവരാകണം. നമ്മുടെ സ്വത്തവകാശത്തെ പറ്റിയുള്ള നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. സ്ത്രീക്ക് തുല്യാവകാശമാണ് പിതൃസ്വത്തിൽ. എങ്ങനെയാണ് അത് ലഭ്യമാകുന്നത്? എവിടെ നിന്നാണ് അത് ലഭ്യമാകുന്നത്? ഇത്തരത്തിലുള്ള നിയമങ്ങളെ പറ്റി ധാരാളം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് എൽഡേഴ്സ്. ഇന്ന് പ്രായമായ വൃദ്ധ മാതാപിതാക്കൾ, ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകം ഭവനങ്ങളുണ്ട്, പ്രതിസന്ധികൾ കഴിയുന്ന അനേകം ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയൊക്കെയാണ് സംരക്ഷണം ലഭിക്കുന്നത്? അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ, അറിയുവാനുള്ള നമ്മുടെ ആഗ്രഹം, അത് നമുക്ക് പകർന്നു നൽകുവാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അത്തരത്തിലുള്ള അറിവുകൾ, നിയമങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ ചുറ്റുപാടുകളെ പറ്റിയുള്ള അറിവുകൾ നാം നേടിയെടുക്കുമ്പോഴാണ് ഭൗതികമായും നാം ഉന്നതി പ്രാപിക്കുന്നത്, ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് വളരാനായിട്ട് കഴിയുന്നത്. ദൈവിക പദ്ധതികൾ, ദൈവവചനത്തിലെ പാഠങ്ങൾ നാം ഉൾക്കൊള്ളുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള അറിവുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പൊ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും നമുക്ക്, ഈവൻ പള്ളികളിൽ പോലും നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ആരാധനയിൽ പങ്കുചേരാൻ കഴിയുന്നത്? വീട്ടിൽ ഇരുന്നത് കൊണ്ട് എങ്ങനെ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ പങ്കുചേരാനായിട്ട് സാധിക്കും? അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികളെ പറ്റിയുള്ള അറിവുകൾ നാം നേടിയെടുക്കണം. അവ എങ്ങനെ നമുക്ക് പ്രയോഗത്തിൽ നന്മയ്ക്കായി ഉപകരിക്കാമെന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. അതിന്റെ നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നാം ഭൗതികമായും ശക്തി ആർജിച്ചെങ്കിലേ മതിയാകും. ആ ഭൗതികമായ ശക്തി നാം ആർജിക്കണം. പരിശുദ്ധ മാതാവിന്റെ ജീവിതം നാം എടുത്തു നോക്കുമ്പോൾ സംശയം ഉണ്ടായപ്പോൾ അത് ദൂരീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ആ വന്ദന സ്വരം കേട്ട് സന്തോഷിക്കുകയല്ല മാതാവ് ഉണ്ടായത്, അവൾ ഭ്രമിച്ചു. എന്തൊരു വന്ദനം ഇത്! പക്ഷേ തന്റെ ഉള്ളിലുള്ള ആകുലതകൾ മറച്ചു വെക്കുകയല്ല, ചോദിക്കുകയാണ്. തിരിച്ചൊരു മറുചോദ്യം ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുകയാണ്, പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? തന്റെ ഉള്ളിലുള്ള ചിന്തകൾ, തന്റെ സംശയങ്ങൾ ദൂരീകരിക്കുവാനായിട്ട് പരിശുദ്ധ മാതാവിന് കഴിയുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഗബ്രിയേൽ ദൂതനിൽ നിന്നും അതിനുള്ള മറുപടി ലഭിക്കുകയാണ്. അത് മനസ്സിലാക്കി ആ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം സമർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞത് ഈ ഒരു ശക്തീകരണത്തിന്റെ ഒരു മാതൃകയാണ്. അവിടെയാണ് ആത്മീയമായ ഒരു ശക്തീകരണം, അതുപോലെ തന്നെ മാനസികമായ ഒരു ശക്തീകരണം അവിടെ നൽകപ്പെടുകയാണ്, ഒരുക്കുകയാണ്. തന്റെ മനസ്സിനെ ഒരുക്കുകയാണ് ദൈവിക പദ്ധതിക്കായിട്ട്. ഇതെനിക്ക് കഴിയും. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് നമുക്കറിയാം അന്നത്തെ സാഹചര്യത്തിൽ
ആ ഒരു പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഒരു ബാലികയാണ്. തന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വരാം, അല്ലെങ്കിൽ തന്റെ കുടുംബക്കാരോട്, ചർച്ചക്കാരോടൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് വിലയിരുത്തട്ടെ. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. തന്റെ ശരിയായ തീരുമാനം, കൃത്യസമയത്ത് ശരിയായ തീരുമാനം പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി ഉയർത്തുകയാണ്. ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുവാൻ ഉള്ള ഭാഗ്യം അവൾക്ക് ലഭിക്കുകയാണ്. ആ ഒരു മാനസികമായ ശക്തീകരണത്തിലൂടെ, ഭൗതികവും മാനസികവും അതുപോലെ തന്നെ ശാരീരികമായ ഒരു ബലം അനിവാര്യമാണ്. ശാരീരികമായ ശക്തീകരണം നാം ആർജിച്ചെടുക്കണം. നമ്മുടെ ശരീരത്തെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുവാനായിട്ട് സാധിക്കുകയില്ല. ശാരീരികമായ ഒരു ബലം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു ശക്തീകരണം നമുക്കുണ്ടാകണം. 50% വരുന്ന സ്ത്രീകൾ അവരുടെ കഴിവുകൾ, അവരുടെ വിഭവശേഷി അടുക്കളയിൽ ഒതുക്കി തീർക്കുവാനുള്ളതല്ല. അതിനപ്പുറത്തേക്ക് നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ കഴിവുകൾ, നാം ആർജിച്ചെടുത്ത കഴിവുകൾ, ദൈവികമായി ലഭിച്ചിട്ടുള്ള കഴിവുകൾ, ഇവയൊക്കെ ചേർത്ത് വെച്ച് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികമായ ഔന്നത്യം, സാമ്പത്തികമായ ശക്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ ലഭ്യമായ കഴിവും അറിവും വിജ്ഞാനവും വിവരവും ഒക്കെ ചേർത്തിണക്കി അത് പ്രയോജനപ്രദമായ മേഖലകളിലേക്ക് നാം മാറ്റുമ്പോൾ സാമ്പത്തികമായ ഒരു ശക്തീകരണത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഭാവിയെ ഒത്ത് പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ വിവിധ തരത്തിലുള്ള ശക്തീകരണത്തിലൂടെ സാമ്പത്തികവും സാംസ്കാരികവുമായ ശക്തീകരണം, നമ്മുടെ സമൂഹത്തിലെ ഉൾത്തുടുപ്പുകളെ നാം മനസ്സിലാക്കണം. നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്നത് എന്താണ്? സാംസ്കാരികമായ എന്ത് ശക്തീകരണമാണ് നമുക്ക് നൽകുന്നത്? അവയൊക്കെ അതിന്റെ തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ, ദൈവിക പദ്ധതികൾ നമുക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ബലവും മഹിമയും നാം ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മെ തന്നെ ഒരുക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഗർഭിണിയാണ്. മലനാട്ടിലേക്ക് തന്നെ ചാച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാനായിട്ട് പോവുകയാണ്. 3 മാസക്കാലം അവിടെ പോയി താമസിക്കുകയാണ്. എത്ര പ്രതിസന്ധികളെയാണ് അതിജീവിക്കുന്നത് നാം ഓർക്കുക. ഈ പ്രതിസന്ധികളിൽ തളരാതെ ഇരിക്കണമെങ്കിൽ ദൂരത്തെ അതിജീവിക്കുന്നു. അന്ന് ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി അവിടെ വരെ എത്തണമെങ്കിൽ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. ആ ദൂരത്തെ അതിജീവിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം, ഗർഭിണിയാണ്, ആദ്യ മാസങ്ങളാണ്. ശാരീരികമായ ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ശുശ്രൂഷയുടെ മനോഭാവത്തിലേക്ക്, തന്റെ ചാർച്ചക്കാരി എലിസബത്തിന്റെ അടുക്കിലേക്ക് ശുശ്രൂഷയുടെ ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നത് ഈ ബലവും മഹിമയും ആർജിച്ചെടുത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൈവികമായ നമ്മുടെ കഴിവുകളോടൊപ്പം തന്നെ ഈ അന്തസ്സും എംപവർമെന്റും ആർജിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ശക്തമായി മുന്നോട്ട് പോകുവാൻ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പോലും നാം ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ശക്തമായ ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ, ശക്തമായ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ബലവും മഹിമയും ആർജിച്ചെടുക്കെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതയിൽ അടിത്തറയിട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് പോലെ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, പ്രതിബദ്ധങ്ങളെ തരണം ചെയ്യുവാൻ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകം ആളുകൾ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ടെലിഫോൺ കോളില് ഞങ്ങളുടെ ഒരു ബന്ധുവാണ്, കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. മകളും ഭാര്യയും കൂടെയുണ്ട്. അപ്പൊ ഭാര്യ വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ കുഞ്ഞിന് വരാതിരുന്നാൽ മതി, പക്ഷെ ഒന്ന് ഓർത്തു നോക്കുക, എനിക്ക് വന്നാൽ എന്നെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റും, ഇനി കുഞ്ഞിനെ ആരാണ് നോക്കുക? വീട് വന്ന് സീൽ ചെയ്തിട്ട് പോയി. വളരെ പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവികമായ ബലവും മഹിമയും നാം ആർജിച്ചെടുക്കണം. അവ നമുക്ക് ഉടുപ്പായി മാറണം. അവിടെയാണ് ആത്മീയമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഒരു ബലം നാം നേടിയെടുക്കുമ്പോഴാണ്
ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അത്തരത്തിൽ ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ബലവും മഹിമയും ആർജിച്ചെടുക്കുമ്പോൾ ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കണമെങ്കിൽ, ഈ ബലവും മഹിമയും ആർജിച്ചെടുക്കണമെങ്കിൽ, ആത്മീയ ചൈതന്യത്തിൽ നമ്മുടെ ഇളം തലമുറയെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതായി തീരണം. കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിൽ മാത്രമേ സന്തോഷം സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ, പരിശുദ്ധ അമ്മ തിരുക്കുടുംബം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. യൗസേപ്പും മാതാവും യേശു കുഞ്ഞുമൊത്തുള്ള ഒരു ജീവിതം, ദേവാലയങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കറിയാം ഓരോ ഘട്ടങ്ങളിലും യേശുവിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സ്വാധീനം വളരെ സ്പഷ്ടമാണ്. തന്റെ കുടുംബ ജീവിതത്തിൽ നന്മയുള്ളവരായി തീരുവാൻ, കുടുംബ ജീവിതം കെട്ടുറപ്പുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. കെട്ടുറപ്പുള്ളതെന്ന് പറഞ്ഞാൽ പരിസ്ഥിതി പറയുന്ന പോലെ ശങ്കർ സിമന്റ് കൊണ്ട് നിർമ്മിച്ചാൽ കെട്ടുറപ്പുള്ളതായി മാറില്ല. നമ്മുടെ വീടിന്റെ പ്ലിന്തേറിയല്ല, വലിപ്പമല്ല, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയാണ്, അവിടെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. നമ്മുടെ കുടുംബ അന്തരീക്ഷം. പരിശുദ്ധ അമ്മ തന്റെ മകന് 12 വയസ്സുള്ള ബാലൻ ദേവാലയത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ, പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ, തർക്കിക്കുന്നത് കേട്ടപ്പോൾ ശാസ്ത്രിമാരും എല്ലാവരും അതിശയിച്ചു. അവർ അത്ഭുതം കൂറി എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ അറിവ് എവിടുന്നാണ് ശിശുവായ അല്ലെങ്കിൽ 12 വയസ്സായ ബാലന് ലഭിക്കുന്നത്? തന്റെ അമ്മയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ആർജിച്ചെടുത്ത കഴിവുകളാണ്. അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സങ്കീർത്തനങ്ങളും ന്യായപ്രമാണങ്ങളും ഒക്കെ 12 വയസ്സിൽ ഹൃദ്യമാക്കിയ യേശു കുഞ്ഞിനെ അല്ലെങ്കിൽ ബാലനായ യേശുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. തന്റെ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ, ആ അമ്മ പകർന്നു നൽകുന്ന പാഠങ്ങൾ, അവിടെ കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം സുരക്ഷിതരായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവപ്രസാദമുള്ളവരായി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവികമായി മുന്നോട്ട് പോകണമെങ്കിൽ, ബലവും മഹിമയും ആർജിച്ചെടുക്കണമെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളതയുള്ളതായിരിക്കണം. ഇന്നത്തെ സമൂഹം വളരെയധികം മാറിപ്പോയി. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കുടുംബ കോടതികളിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അനേകം പ്രതിസന്ധികൾ, കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ചും യങ് ജനറേഷൻ വിവാഹം കഴിച്ച് 2-3 മാസം പോലും ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ. അനേകം ആളുകൾ കുടുംബ കോടതികളുടെ അഭയം തേടുകയാണ്. നമുക്കറിയാം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കുടുംബ പ്രശ്നങ്ങളാണ് 5 വർഷത്തിലധികം കോടതി കയറി ഇറങ്ങുന്നത്. എത്രമാത്രം സമയം, എത്രമാത്രം പണം, എത്രമാത്രം ആരോഗ്യം, നല്ല ജീവിതമൊക്കെയാണ് നാം നശിപ്പിച്ചു കളയുന്നത് എന്ന് ഓർക്കണം. വെറും 5 മിനിറ്റ് കൊണ്ട് സ്വസ്ഥമായി അല്പസമയം ഒന്ന് ചിന്തിച്ചാൽ, അല്പസമയം ഒന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അവിടെ അതിന് സമയം കൊടുക്കാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ കേട്ടുകൊണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന കുടുംബ അന്തരീക്ഷമാണ് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് സംശയരോഗമാകാം, മദ്യമയക്കുമരുന്നുകളുടെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇന്നത്തെ ഏറ്റവും അധികം വിവാഹേതര ബന്ധങ്ങളാകാം. ഇത്തരത്തിലുള്ള അനേകം പ്രതിസന്ധികൾ, ആരെയും വകവെക്കാത്ത സാമ്പത്തിക പ്രതിസന്ധികൾ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ജീവിത രീതികൾ, നമ്മൾ വളർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇവയൊക്കെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുകയാണ്. ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലപ്പെട്ടു പോകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണെന്ന് നാം ഓർത്തുകൊള്ളുക. അപ്പൊ ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിൽ മാത്രമേ, ഊഷ്മളതയുള്ള കുടുംബ ബന്ധങ്ങളിൽ മാത്രമേ, ചേർത്തു പിടിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ മാത്രമേ
സമാധാനത്തോടെ സന്തോഷത്തോടെ നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ജീവിതവും കുടുംബ ജീവിതവും അതാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഒരു ഉത്തമയായ കുടുംബിനിയെ പരിശുദ്ധ അമ്മയിൽ കൂടി നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ജോസഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെ പ്രതിസന്ധികളാണ് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു തീർത്തു. നമ്മൾ ഓർത്തു നോക്കി. ആ പ്രതിസന്ധികൾ നാം ഓർക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? എന്തൊക്കെ പ്രതിസന്ധികളാണ്? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയായ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. എത്രമാത്രം അവളുടെ ഉള്ളു കലങ്ങിയിട്ടുണ്ട്, എത്രമാത്രം വേദനപ്പെട്ടിട്ടുണ്ട് നാം ഓർക്കുക. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം വിശുദ്ധ മത്തായി 1:19 മറിയത്തെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ജോസഫ് തീരുമാനിക്കുന്നു. ഓർത്തോക്കി, മറിയത്തെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. എന്ത് വേദനയുടെ അനുഭവത്തിലൂടെയാണ് പരിശുദ്ധ മറിയം കടന്നുപോയത്, അമ്മ കടന്നുപോയത് നാം ഓർക്കുക. ഇനി അത് കഴിഞ്ഞ് ഗർഭിണിയായി ബേത്ലഹേമിലെത്തി. വഴിയമ്പലങ്ങളിൽ സ്ഥലം അന്വേഷിക്കുന്ന ഒരു ഗർഭിണി ജോസഫിനെയും അമ്മ മറിയത്തെയും നമുക്ക് കാണാൻ സാധിക്കും. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിലേക്ക് അവർ മാറുകയാണ്. ഒന്ന് ഓർത്തു നോക്കി, എത്രമാത്രം ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള ആ ഒരു അമ്മയുടെ വേദന, അല്ലെങ്കിൽ അത് താങ്ങുവാനുള്ള ഒരു കരുത്ത്, ഒരു ആർജവത്വം, ഒരു വഴിയമ്പലത്തിൽ പോലും സ്ഥലം നിഷേധിക്കുന്ന അനുഭവം, എത്രമാത്രം വേദനകളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത്. ശിബിയോൻ പറയുന്നു, നിന്റെ പ്രാണനിൽ കൂടി ഒരു വാള് കടന്നു പോകും, നിന്റെ പ്രാണനിൽ കൂടി ഒരു വാള് കടന്നു പോകും. ഇതെല്ലാം കേട്ടിട്ട് പരിശുദ്ധ അമ്മ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ആരോടും പരിഭവമില്ലാതെ, പ്രതിസന്ധികൾ ഒന്നുമില്ലാതെ ഇവയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷമോ കുഞ്ഞിനെ പ്രസവിച്ചു. 2 വയസ്സിൽ ഹെരോദാവ് കൽപ്പനയിടുകയാണ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയാൻ. ഏതമ്മയ്ക്കാണ് സഹിക്കുക? ഇത്രമാത്രം വേദനകളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ രത്നത്തെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? പരിശുദ്ധ അമ്മ അത്രമാത്രം വേദനകളിലൂടെ കടന്നു പോവുകയാണ്. ഇനിയും അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പലായനം ചെയ്യുകയാണ്, രക്ഷപ്പെട്ട് ഓടുകയാണ്. പ്രസവ ശുശ്രൂഷ പോലും കഴിഞ്ഞിട്ടില്ല. അതിനുപരി പെരുന്നാൾ കഴിഞ്ഞു. തന്റെ മകനെ 12 വയസ്സുള്ള ബാലൻ പെരുന്നാളിന് പോയതാണ്. തിരിച്ചു വരുമ്പോൾ ചാർച്ചക്കാരുടെ ഇടയിൽ കാണുമെന്ന് കരുതി നടന്നിങ്ങു പോരുന്നു. മകനെ കാണുന്നില്ല. വളർത്തി വലുതാക്കി 12 വയസ്സ് വരെ ആക്കിയ മകനെ കാണാനില്ല. ഏതമ്മയ്ക്കാണ് സഹിക്കുക? എത്രമാത്രം ആ ഹൃദയത്തിലൂടെ ആ വേദന കടന്നു പോകുന്ന അനുഭവങ്ങൾ, അത് നമ്മുടെ അനുഭവത്തിൽ വന്നെങ്കിലേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലുപരി ക്രൂശ് ചുമന്നുകൊണ്ട് തന്റെ മകൻ പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന അനുഭവം ഓർത്തു നോക്കി. ഏതമ്മയ്ക്കാണ് സഹിക്കുക? അത്രമാത്രം വേദനകളിലും പ്രതിസന്ധികളിലും ഒക്കെ ആ അമ്മ തന്റെ ജീവിതത്തെ ഒരുക്കുന്നത് അവൾക്ക് തന്റെ ബാല്യകാലത്ത് തന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു ആത്മീയത കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ അടുത്ത്, ഇതാ നിന്റെ മകൻ എന്ന് യോഹന്നാന്റെ അടുത്ത്, ഇതാ എന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും, ഇതാ നിന്റെ മകൻ എന്ന് മറിയത്തിനോടും പറയുമ്പോൾ ആരാണ് എന്നെ ഇഷ്ടം ചെയ്യുന്നവർ? അവരാണ് എന്റെ അമ്മ. ഒന്നോർത്ത് നോക്കിയേ, സ്വന്തം അമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കുവാനായിട്ട് സാധിക്കും? കുരിശിൽ പടയാളികൾ മരിച്ചു കഴിഞ്ഞിട്ടും കുന്തം കൊണ്ടും മകനെ കുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുവാനായിട്ടുള്ള ഒരു ആർജവത്വം, ഒരു ശക്തി, ഒരു ദൈവികമായ ഒരു ഇടപെടൽ, ഇതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത് ആ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാം. ബാല്യകാലത്തിൽ തന്നെ ദൈവികമായി വളർന്നതിന്റെ, ദൈവികമായ ആ ഒരു വളർച്ചയിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, എവിടെയെല്ലാം ദൈവീകതയെ ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട്, ഇതൊക്കെ തരണം ചെയ്യുവാനായിട്ട്, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട്, ഈ ഒരു ആർജവത്വത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. നോക്കിയേ,
ഈ വേദനകളൊക്കെ നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ, ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വല്ലതുമുണ്ടോ? ഇവിടെയാണ് കൊച്ചു കൊച്ചു പ്രതിസന്ധികളിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ, വിവാഹത്തിന് സ്യൂട്ടിട്ടില്ലെന്നുള്ള കാരണത്താൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊച്ചു കൊച്ചു കാരണങ്ങളാൽ, സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ വലിയ ശമ്പളം കുറവെന്നുള്ള കാരണത്താൽ പരസ്പരം അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ വിവാഹ ബന്ധങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചേർത്ത് പിടിക്കുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, അവയൊക്കെ ചേർത്ത് പിടിക്കുവാൻ ഒരു ചുംബനം കൊണ്ട്, ഒരു ഊഷ്മളമായ ഒരു തലോടൽ കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട് ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അവിടെയാണ് ഭാവിയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, സമൂഹത്തെ ഓർത്തൊക്കെ പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഈ വേദനകളിലൂടെ ഒക്കെ പരിശുദ്ധ അമ്മ കടന്നു പോയപ്പോൾ ക്രിസ്തുവിനെ കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ മനുഷ്യകുലത്തിന്റെ ആ സന്തോഷകരമായ രക്ഷാകരമായ അനുഭവത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനുള്ള ആ ഒരു ജീവിത പാഠത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ കെട്ടുറപ്പുള്ള കുടുംബ ജീവിതങ്ങളായി തീരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ദൈവികരായി വളർത്തുവാനായിട്ട് കഴിയണം. അവരെ അഭ്യസിപ്പിക്കണം. ലളിതമായ ജീവിത പാഠങ്ങൾ അവരെ അഭ്യസിപ്പിക്കണം. ദൈവികരായി അവരെ വളർത്തുവാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളതയുള്ളതായി തീരുള്ളൂ. അവിടെയാണ് കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങൾ. പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അവൻ വലിയവനാകുമെന്ന് ഗബ്രിയേൽ മാലാഖ പ്രവചിച്ചത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? ഏത് തലത്തിലാണ് അതിനെ ഉൾക്കൊണ്ടത് നാം ചിന്തിക്കണം. വലിയവരാരും വന്നില്ല തന്റെ ജനനത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കുവാനായിട്ട്. എത്തിയതോ സാധാരണക്കാരായ വെളിമ്പ്രദേശത്ത് നടന്ന ആട്ടിടയന്മാരാണ്. എങ്കിലും അവരുടെ ശബ്ദത്തിന് പരിശുദ്ധ അമ്മ കാതോർത്തു. മറിയം അവയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിഭവമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിട്ട്, അതൊക്കെ ഓരോ ദൈവിക പാഠങ്ങളാണ്, ദൈവം നൽകുന്ന പാഠങ്ങളാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ കഷ്ടത്തിലായിരുന്നത് എനിക്ക് ഗുണമായി, ദൈവത്തിന്റെ മുഖം ദർശിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ദൈവിക മുഖം ദർശിക്കുവാൻ ഓരോ അനുഭവങ്ങളിലും, ഓരോ പ്രതിസന്ധികളിലും, രോഗങ്ങളായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, ഈ പ്രതിസന്ധികളിലൊക്കെ ദൈവിക മുഖം ദർശിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പൗരസ്ത്യ ദേവാലയങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ പടത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അമ്മയുടെ ഫോട്ടോ വെക്കുന്നതോടൊപ്പം തന്നെ യേശുവിനെയും കൂടെ ഉൾക്കൊള്ളുന്ന അമ്മയാണ് വെക്കുന്നത്. അപ്പൊ യേശുവും കുഞ്ഞും, അമ്മയും കുഞ്ഞും കൂടെയാണ്. യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളതയുള്ളതായി തീരും, കെട്ടുറപ്പുള്ളതായി തീരും. ആ കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിൽ മാത്രമേ പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങൾ അനിവാര്യമാണ്. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയിൽ വളരുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയിൽ വളരുവാൻ നമുക്ക് കഴിയണം. ഒരു ശുശ്രൂഷയുടെ മനോഭാവത്തിൽ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന അനുഭവത്തിലേക്ക്. മനുഷ്യൻ സമൂഹ ജീവിയാണ്. ആ സാമൂഹ്യ ജീവിയായ മനുഷ്യരെ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളിലും ഇടപെടലുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, സമൂഹത്തിന്റെ സ്പർശനങ്ങളെ മനസ്സിലാക്കി, സ്പന്ദനങ്ങളെ മനസ്സിലാക്കി, അവയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. സമൂഹത്തിൽ നിന്നും മാറി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിൽ ഇടപെടുവാനായിട്ട് പരിശുദ്ധ അമ്മ നിയോഗിക്കപ്പെടുകയാണ്. തന്റെ മകനോട് പറയുകയാണ് അതിൽ ഇടപെടുവാനായിട്ട്. അപ്പൊ സമൂഹത്തിലെ ഒരു പ്രതിസന്ധിയിൽ, ഒരു പ്രശ്നത്തിൽ ഇടപെടുവാനായിട്ട്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളത്. അവിടെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തലം എന്ന് പറയുന്നത്. ഗൾഫ് മേഖലയിലെ എല്ലാ പള്ളികളും
സാമൂഹ്യ പ്രതിബദ്ധതയുടെ വലിയ പാഠങ്ങൾ പകർന്നു നൽകുന്ന പള്ളികളാണ്, പ്രത്യേകിച്ചും ഷാർജ ഇടവക. എത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങളാണ് നൽകുന്നത്. മറ്റുള്ളവരെ ദൈവീക ഇതിലേക്ക് വളർത്തുവാൻ, അവരെയും ഒന്ന് ഉയർത്തുവാൻ, നമ്മോടൊപ്പം അവരെയും എത്തിക്കുവാൻ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, രോഗത്തിൽ കഴിയുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ. അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. ആ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ വേദനകളിൽ അവരെ കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ദൈവിക ചൈതന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവികമായ നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ പുതുക്കിയെങ്കിൽ മാത്രമേ അവരന്റെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ, നമ്മുടെ അയൽക്കാരെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാനുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഇടം, ഒരു ശുശ്രൂഷയുടെ മനോഭാവം നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മ നമുക്ക് കാട്ടിത്തരുന്നതാണ്. എലിസബത്തിന്റെ അടുക്കിലേക്ക് ശുശ്രൂഷയ്ക്കായി പോവുകയാണ്. തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് നന്മയായി തീരുവാൻ, തന്റെ പ്രതിസന്ധികളെ മറന്നുകൊണ്ട്, തന്റെ പ്രശ്നങ്ങളെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മയായി തീരുവാനുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മയായി തീരുവാൻ, പ്രതിബദ്ധതയുള്ളവരായി മാറുവാൻ, സമൂഹത്തെ കാണുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, അതിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പാഠം, ഒരു ആത്മീയ പാഠം നാം ഉൾക്കൊള്ളണം. അവിടെയാണ് പുഞ്ചിരിക്കുവാനായിട്ട്, നന്മ ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു സമാധാനം, ഒരു സന്തോഷം, അത് അനുഭവിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവുകൾ, ഇവയൊക്കെ ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുള്ളതാണ്. അവ മറ്റുള്ളവർക്ക് കൂടി നൽകുവാനുള്ള ഉത്തരവാദിത്വം, ലഭിച്ചിട്ടുള്ളതൊന്നും എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി അല്പം നൽകുവാൻ, മറ്റുള്ളവരുടെ വേദനകളിൽ അല്പം ഒന്ന് പങ്കാളികളാകുവാൻ, ഒരു ചെറു വിരലുകൾ കൊണ്ട് പോലും ഒന്നൊരു സ്വാന്തനം നൽകുവാൻ, ഒരു പുഞ്ചിരി കൊണ്ട് മറ്റുള്ളവർക്ക് സ്വാന്തനമേകുവാൻ, അനേകർക്ക് സ്വാന്തനമേകുവാൻ, ദൈവമാതാവായി തീരുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. മറ്റുള്ളവർക്ക് സ്വാന്തനമേകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. പ്രതിബദ്ധതയുടെ ഒരു വലിയ തലമാണ്. അത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മുടെ ഈഗോ മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനെന്നുള്ള മനോഭാവം മാറിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വയം സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിനു മുമ്പാകെ, അത് ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവിടെയാണ് ഏറ്റവും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. ദൈവിക പദ്ധതികൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ സ്വയം സമർപ്പിച്ചതുപോലെ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കി സ്വയം സമർപ്പിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് കഴിയണം. ആ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ശുശ്രൂഷയുടെ ഒരു മനോഭാവത്തിലേക്ക്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന, അത് ക്രിസ്തു കാട്ടിത്തന്ന മാതൃകയാണ്, കാലുകളെ കഴുകുന്ന മാതൃക. ആ ഒരു ശുശ്രൂഷയുടെ മാതൃകയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. ആ ഒരു ശുശ്രൂഷയുടെ മനോഭാവം നമ്മിൽ ഉണ്ടാകുമ്പോൾ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കരുതലിന്റെയും ആർദ്ര കരുണയുടെയും ഒക്കെ ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതാണ് ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിക്കട്ടെ എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിലേക്ക് വളരുന്ന അനുഭവമാണ്. ആ ക്രിസ്തുവിലേക്ക് വളരുന്ന അനുഭവം, ആ ദൈവിക സ്വഭാവം നമ്മിൽ ഉണ്ടാകുമ്പോൾ അവിടെ മറ്റുള്ളവരെ, സഹോദരനെ കാണുവാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനും ഒരു ഷെയറിങ്ങിന്റെയും ഒരു കെയറിങ്ങിന്റെയും ചേർത്തു പിടിക്കുവാനും ഒക്കെയുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നു. ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് ഈ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകൾ എല്ലാവരാലും അവർ തിരസ്കരിക്കപ്പെടുകയാണ്. അവരുടെ കുടുംബം പോലും ആളുകൾ തിരസ്കരിക്കപ്പെടുകയാണ്. ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നാം മാറ്റിയെടുക്കണം. ഇത് നമുക്ക് നാളെയും എനിക്കും ഉണ്ടാകുന്ന അനുഭവമാണ് എന്നുള്ള ഒരു ചിന്തയിൽ, അത് ദൈവികമായ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ദൈവിക സ്വഭാവത്തിലേക്ക് വളരുമ്പോഴാണ് സമൂഹത്തിൽ അവശരായവരെയും കഷ്ടപ്പെട്ടവരെയും രോഗികളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, മറ്റുള്ളവരുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളും നമ്മുടേതാണെന്ന് കൂടെ മനസ്സിലാക്കി
ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ വളരുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ഈ പരിശുദ്ധാമ്മയുടെ ജനന പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ നമുക്ക് അതിന് പ്രതിഫലം ലഭിക്കുന്നത്, ദൈവികമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് 4 ചിന്തകളാണ് പങ്കുവെച്ചത്. ബലവും മഹിമയും നാം ആർജിച്ചെടുക്കണമെങ്കിൽ ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടുന്നു. ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകണം, ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുന്ന പുരുഷന്മാരുണ്ടാകണം, ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുന്ന കുടുംബജീവിതങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ, നമ്മുടെ ഇന്നത്തെ കാലത്തെ ഓർത്ത് പുഞ്ചിരിക്കുന്നതോടൊപ്പം തന്നെ വരും കാലത്തെ നന്മകളെ ഓർത്ത്, നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണം, നമ്മുടെ സഹജീവികളുടെ അതിജീവനം, ഇവയൊക്കെ നമ്മുടെ ജീവിതമായി കണ്ടുകൊണ്ട് ഭാവിയെ ഓർത്ത് പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയണം. 4 ചിന്തകളാണ് പങ്കുവെച്ചത്. 1, നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ നാം നിരന്തരം പുതുക്കണം. 2, ബലവും മഹിമയും നാം ആർജിച്ചെടുക്കണം. 3, കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിലൂടെ മാത്രമേ, അതിന്റെ ആപ്ലിക്കേഷൻ ആണത്, കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിൽ മാത്രമേ ആത്മീയമായി നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. ഈ ബലവും മഹിമയും നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ബലവും മഹിമയും ആർജിച്ചെടുക്കുമ്പോൾ, ആത്മീയമായി നാം വളരുമ്പോൾ, നമുക്ക് സമൂഹത്തിന് നൽകുന്ന ഒരു പ്രതിബദ്ധത, ഒരു സാമൂഹ്യ പ്രതിബദ്ധത, സമൂഹത്തോടുള്ള ഒരു കടപ്പാട് നാം നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് ഭാവിയെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, സമൂഹത്തെ ഓർത്ത്, രാഷ്ട്രത്തെ ഓർത്ത്, ഇടവകയെ ഓർത്തൊക്കെ പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പാഠവും അതാണ്. ആ ദൈവികത ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കുവാൻ, നമ്മുടെ ഇളം തലമുറയെ അതിലേക്ക് നയിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവികമായി വളരുവാനുള്ള പ്രാപ്തി ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. എന്നാൽ ആ ദേവാലയങ്ങളിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും ദൂരെ ഇരുന്നു കൊണ്ട്, വീടുകളിൽ ഇരുന്നു കൊണ്ട്, സുരക്ഷിതരായി ഇരുന്നു കൊണ്ട്, പുതിയ ടെക്നോളജികൾ വഴി ദൈവിക വചനം ശ്രവിക്കുന്നതിനും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തിരുവചനം പഠിക്കുന്നതിനുമുള്ള അവസരവും സാവകാശവും ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നു. നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ, ഞങ്ങളുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെ നിരന്തരം പുതുക്കണമേ, ബലവും മഹിമയും ആർജിച്ചെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നാഥ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വാഴ്ത്തണമേ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവയൊക്കെ തരണം ചെയ്യുവാനായിട്ട്, പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ വേദനകളോ പ്രയാസങ്ങളോ ഒന്നുമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവയൊക്കെ തരണം ചെയ്തുകൊണ്ട് കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരായ ആളുകളുമായി താതാത്മ്യപ്പെടുവാൻ, സമൂഹത്തിന് നന്മ ചെയ്യുവാനുള്ള കൃപയും കരുതലും നാഥ നീ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഷാർജ ഇടവകയിലെ, സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയിലെ മർത്തമറിയം സമാജ പ്രവർത്തകരോടുള്ള നന്ദി സമർപ്പിക്കുന്നു. ഒപ്പം ഇതിന് എനിക്ക് അവസരം നൽകിയ ഇടവക വികാരി ജോജി അച്ഛനോടും സിസ്റ്റർ വികാരി ജയ്സൺ അച്ഛനോടും അതുപോലെ ഇടവക മാനേജിംഗ് കമ്മിറ്റി എല്ലാവരോടുമുള്ള നന്ദി സമർപ്പിക്കുന്നു. ഇത് ദൂരെയും ചാരിയും ഇരുന്ന് കേൾക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. സുവിശേഷ ഗാനങ്ങൾ ആലപിക്കുന്നു. സർവേശ്വര വചനം
ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോയ്സിനച്ഛൻ കൊച്ചമ്മയ്ക്ക് നന്ദി അറിയിക്കുന്നതാണ്. നാളത്തെ പരിപാടികൾ ഓർപ്പിക്കട്ടെ. നാളെ 7:20 സന്ധ്യാ നമസ്കാരവും 7:45 ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. നാളത്തെ സുവിശേഷ പ്രസംഗം നയിക്കുന്നത് ബഹുമാനപ്പെട്ട PK ഗിവർഗീസ് അച്ഛനാണ്. നാളത്തെ പരിപാടിയിലും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ജോയ്സൺ അച്ഛൻ നന്ദി അറിയിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ, പ്രിയപ്പെട്ട കൊച്ചമ്മ, ഇന്നേ ദിവസം ഈ ദൈവവചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്നതായ ഒന്നാമത്തെ ദിവസത്തെ കൺവെൻഷനാണ് ഇപ്പോൾ ഇവിടെ സമാപിക്കുന്നത്. ഇന്നേ ദിവസം നമ്മളോട് ദൈവവചനം സംസാരിച്ചത് മലങ്കര സഭയ്ക്ക് അഭിമാനമായ പ്രിയപ്പെട്ട JC കൊച്ചമ്മയാണ്. സദൃശ്യവാക്യത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയും സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ഒക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മ, ഉത്തമയായ സ്ത്രീക്ക് വേണ്ടതായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അർദ്ധശങ്കയ്ക്ക് വകയില്ലാത്ത വിധം വളരെ ഭംഗിയായി ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയുണ്ടായി. ബലവും മഹിമയും ഒരു സ്ത്രീക്ക് വളരെ ആവശ്യമാണ്. അന്തസ്സോടുകൂടി ജീവിക്കുവാനും സ്വയം ശാക്തീകരിക്കുവാനും ഒക്കെയും സ്ത്രീകൾക്ക് ഇടയായി തീരുമ്പോഴാണ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ സമത്വവും അന്തസ്സും ഒക്കെയും കൈവരുവാനും വളരെ ഭംഗിയായി മുമ്പോട്ട് ജീവിക്കുവാനും സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുവാനും ഒക്കെയും സ്ത്രീകൾക്ക് കഴിയുന്നത്. അത് പ്രിയപ്പെട്ട കൊച്ചമ്മ ഒരു പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചുവെങ്കിലും സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു പ്രിയപ്പെട്ട കൊച്ചമ്മയാണ് JC കൊച്ചമ്മ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിവുള്ളതാണ്. പ്രത്യേകിച്ചും ഞാൻ കൊച്ചമ്മയെ കണ്ടതിൻ്റെ ഓർമ്മയിൽ 10-20 വർഷം മുമ്പ് സെമിനാരിയിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്ക് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു സമയം. അതിനുശേഷം കൊച്ചമ്മയെ കണ്ടിട്ടില്ല. വളരെ നാളുകൾക്ക് ശേഷമാണ് കാണാനായിട്ടിടയായത്.
വളരെ സന്തോഷമുണ്ട്. ആദ്യം തന്നെ സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങള് ബലഹീനരായ വൈദികർ പലപ്പോഴും നല്ല വൈദികരായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാറുണ്ട്. അവരുടെ ജീവിതത്തെ പലപ്പോഴും അനുകരിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിലെ നല്ല വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ചും ജേഴ്സി കൊച്ചമ്മയെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്ങനെ മറ്റുള്ള കൊച്ചന്മാരൊക്കെ കണ്ടുപിടിക്കേണ്ട, മാതൃകയാക്കേണ്ട ഒരു ജീവിതമാണ് ജേഴ്സി കൊച്ചമ്മയുടേത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. കാരണം ഒരു അച്ഛന്റെ കൊച്ചമ്മ എന്നുള്ളതിനോട് ചേർത്ത് ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൊച്ചമ്മ എന്നുള്ളതിനോടൊപ്പം തന്നെ കുടുംബത്തിന് പുറത്ത് ഉള്ളതായ പ്രമുഖമായ മേഖലകളിൽ എങ്ങനെ ഇടപെടാം, കൈകടത്താം, അവിടെയൊക്കെ എങ്ങനെ ശോഭിക്കാമെന്ന് കൊച്ചമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയും ഒക്കെയും വളരെ ഭംഗിയായി കൊച്ചമ്മ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ MA എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LLB സെക്കൻഡ് റാങ്കില് പാസ്സായിരിക്കുന്നു. LLM ബൗദ്ധിക സ്വത്തവകാശ നിയമം എന്ന വിഷയത്തെ ആസ്പദമാക്കി LLM എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് B.Ed പാസ്സായിരിക്കുന്നു. കേരളത്തിലെ കുടുംബ കോടതികൾ എന്നതിനെ ആസ്പദമാക്കി PhD നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ KCCയുടെ വൈസ് പ്രസിഡന്റായും MGOCSന്റെ സീനിയർ വൈസ് പ്രസിഡന്റായും യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായും ഒക്കെയും സേവനം അനുഷ്ഠിച്ചു. 2017 മുതൽ കോട്ടയം CSI ലോ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കൊച്ചമ്മ സേവനം അനുഷ്ഠിക്കുന്നു, ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള കൊച്ചമ്മമാർക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് കൊച്ചമ്മയുടേത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ വാങ്ങിപ്പ് പെരുന്നാൾ, മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ചൻ ഞങ്ങളോട് ദൈവവചനം സംസാരിച്ചു. 8 നോമ്പിലെ കൊച്ചമ്മയും ദൈവവചനം സംസാരിച്ചു. വളരെയധികം സന്തോഷം. കൊച്ചമ്മയെ കൂടുതൽ ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അച്ഛനെയും പ്രത്യേകമായിട്ട് അന്വേഷണം അറിയിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഞങ്ങൾ 2 വൈദികരുടെ പേരിലും ഷാർജ ഇടവകയുടെ പേരിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പേരിലുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ദൈവവചനം ശ്രവിച്ചുകൊണ്ട് ധാരാളം പേര് ദൈവവചനം ശ്രവിച്ചു. അവരോടുള്ള എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവമേ, ഈ രാത്രിക്കായി നന്ദിയോടെ അവിടുത്തെ മുമ്പാകെ തലകളെ വണക്കിയിരിക്കുന്നു. അവിടുത്തെ സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെതാകണം. പ്രഭാതം അനുഗ്രഹകരമായി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകണം. ദൈവമായ കർത്താവേ, കേട്ട വചനം ഞങ്ങൾ ഫലം കായ്ക്കണമേ. വചനം പറഞ്ഞ ദാസിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വചനം കേട്ട് ഞങ്ങളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ മായ്ച്ചു കളയണമേ, വേദനകളെ ഇല്ലാതാക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ ദാനമായി നൽകണം. വിവാഹപ്രായത്തിയിട്ട് വിവാഹം കഴിയാത്തവർക്ക് വിവാഹത്തെ കൊടുക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലിയെ നൽകുമാറാകണം. വിവിധതര പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളെയും അവിടുന്ന് നടത്തി തരണം. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയരെയും ഇമ്പങ്ങളുടെ പറുദീസയിൽ പാർപ്പിക്കണം. ഞങ്ങൾ അവരും ഒരുമിച്ച് ആ സ്വർഗീയ തീരത്ത് വെച്ച് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഞങ്ങൾ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഈ സുവിശേഷ പ്രസംഗത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും വചനം പറഞ്ഞ ദാസിയുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യാചിച്ചിടുന്നു, ഞങ്ങൾ യാചിച്ചിടുന്നു, അമ്മേ കന്യേ മധ്യസ്ഥത യാചിച്ചിടുന്നു. സ്തുതിച്ചിടുന്നു, ഞങ്ങൾ സ്തുതിച്ചിടുന്നു,
നോമ്പുപവാസത്താൽ സ്തുതിച്ചിടുന്നു. എല്ലാ നാളും പാടിടാം, ദൈവമാതാവായവളെ പുകഴ്ത്തിടാം. എല്ലാ നാളും പാടിടാം, ദൈവമാതാവായവളെ പുകഴ്ത്തിടാം. യാചിച്ചിടുന്നു, ഞങ്ങൾ യാചിച്ചിടുന്നു, അമ്മേ കന്യേ മധ്യസ്ഥത യാചിച്ചിടുന്നു. സ്തുതിച്ചിടുന്നു, ഞങ്ങൾ സ്തുതിച്ചിടുന്നു, നോമ്പുപവാസത്താൽ സ്തുതിച്ചിടുന്നു. ദൈവത്തിൻ സൂനുവെ ഏറ്റുന്നു നീ, നിത്യശാപത്തിൽ നിന്നും കാക്കുന്നു നീ. ദൈവത്തിൻ സൂനുവെ ഏറ്റുന്നു നീ, നിത്യശാപത്തിൽ നിന്നും കാക്കുന്നു നീ. ഭൂസ്വർഗം വാഴ്ത്തുന്നു നിർമ്മലയെ, ദൈവത്തിൻ്റെ മാതാവാം കന്യകയെ. ഭൂസ്വർഗം വാഴ്ത്തുന്നു നിർമ്മലയെ, ദൈവത്തിൻ്റെ മാതാവാം കന്യകയെ. എല്ലാ നാളും പാടിടാം, ദൈവമാതാവായവളെ പുകഴ്ത്തിടാം. എല്ലാ നാളും പാടിടാം, ദൈവമാതാവായവളെ പുകഴ്ത്തിടാം. യാചിച്ചിടുന്നു, ഞങ്ങൾ യാചിച്ചിടുന്നു, അമ്മേ കന്യേ മധ്യസ്ഥത യാചിച്ചിടുന്നു. സ്തുതിച്ചിടുന്നു, ഞങ്ങൾ സ്തുതിച്ചിടുന്നു, നോമ്പുപവാസത്താൽ സ്തുതിച്ചിടുന്നു. ഇരുസഭമോദമോടെ പാടിയിടുന്നു, ആത്മാവിലും സത്യത്തിലും ഓരോ നാളും. ഇരുസഭമോദമോടെ പാടിയിടുന്നു, ആത്മാവിലും സത്യത്തിലും ഓരോ നാളും. പരിശുദ്ധ മാതാവെ യാചിക്കുന്നു, അമ്മേ കന്യേ കൃപയെന്നും നൽകിയിടണേ. പരിശുദ്ധ മാതാവെ യാചിക്കുന്നു, അമ്മേ കന്യേ കൃപയെന്നും നൽകിയിടണേ. എല്ലാ നാളും പാടിടാം, ദൈവമാതാവായവളെ പുകഴ്ത്തിടാം. എല്ലാ നാളും പാടിടാം, ദൈവമാതാവായവളെ പുകഴ്ത്തിടാം. യാചിച്ചിടുന്നു, ഞങ്ങൾ യാചിച്ചിടുന്നു, അമ്മേ കന്യേ മധ്യസ്ഥത യാചിച്ചിടുന്നു. സ്തുതിച്ചിടുന്നു, ഞങ്ങൾ സ്തുതിച്ചിടുന്നു, നോമ്പുപവാസത്താൽ സ്തുതിച്ചിടുന്നു. എല്ലാ നാളും പാടിടാം,